കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷെർലി ജോൺ സർവീസിൽ നിന്നും വിരമിച്ചു. വിരമിക്കൽ ചടങ്ങ് ഔദ്യോഗികമായി ഇല്ലായിരുന്നിട്ടും വൻ പോലീസ് സന്നാഹമാണ് പഞ്ചായത്തിനു മുന്നിൽ കാവൽക്കാരായി നിന്നത്. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷെർലി ജോണിന്റെ വിരമിക്കൽ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മെമ്പർ സാജൻ ചെമ്മിനിക്കാട്ട് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂടെ അനുവാദം ചോദിച്ചേക്കാം എന്നോർത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സമീപിച്ചപ്പോൾ ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ ഉള്ളിൽ എന്റെ അനുവാദം കൂടാതെ ഒരു കാര്യവും നടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാലവർഷക്കെടുതിയിൽ ജനം പൊറുതിമുട്ടുമ്പോൾ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചില രാഷ്ട്രീയ വ്യക്തി വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ട് തൊടുപുഴ പോലീസിന്റെ വിലപ്പെട്ട സമയങ്ങൾ ഈ വിരമിക്കൽ ചടങ്ങ് സെക്രട്ടറി അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ പറയുന്നു. ഇപ്പൊ പ്രസിഡന്റ് ഞാൻ അവിടെ ചെന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു എന്റെ അവകാശം കൂടാതെ ഇവിടെ ഒന്നും ക്യാമറ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ, ഞാൻ അതിന്റെ ഉള്ളിൽ എടുക്കണില്ല. പക്ഷേ പഞ്ചായത്തിൽ നടക്കുന്ന സംഭവം ഇപ്പോൾ സെക്രട്ടറി വിളിച്ചാൽ പറഞ്ഞാൽ നമുക്ക് എടുക്കാം. മാധ്യമപ്രവർത്തനം ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജനാധിപത്യമായ ഇവിടെ ഭരണങ്ങൾ നടക്കണമുണ്ടോ ഇല്ലയോ എന്ന് മാധ്യമങ്ങൾ കൂടിയാണ് ജനങ്ങളെ അറിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ ഇതിൻ്റെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. എല്ലാം പിന്നെ 13 മെമ്പർമാരാണ് ഇവിടെ ഉള്ളത്. ആ 13 മെമ്പർമാരിൽ 3 മെമ്പർമാർ അതിൻ്റെ അത് ഉൾപ്പെടുത്തണമെന്നാണ് അറിയുന്നത്. അപ്പം ആ 13 മെമ്പർമാർക്കും ഒരേ അധികാരമാണ്. എല്ലാവരും പ്രസിഡന്റിനെന്നുള്ള ഈ പഞ്ചായത്തിലെ എല്ലാം ഇത് ഉപയോഗിക്കാനുള്ള ഈ എല്ലാ മെമ്പർമാർക്കും വ്യക്തമായ അധികാരം. കാലയളവിലെ നമ്മുടെ കുമാരമംഗലം പഞ്ചായത്ത് ഒരു ബാലികറാമല കണക്കായി തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ജീവന് വരെ ഭീഷണി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇത്ര നാളത്തെ സേവനം കൊണ്ട് എനിക്ക് ഒരുവിധം എല്ലാം കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ നിലപാടുകൾ ഞാൻ ഒരിക്കലും മാറ്റാറില്ല. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും സർക്കാരിന്റെ ചുമതലകൾ ജനാധിപത്യ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനും കുമാരമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനും നാളിതുവരെ ഒരു പ്രവർത്തനത്തിനും കൂട്ടുനിന്നിട്ടില്ല. 34 വർഷവും 5 മാസവും സേവനങ്ങളിലേക്കുണ്ട്. 91-ലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. ഞാനന്ന് മലപ്പുറം ജില്ലയിൽ താലൂക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് സർവീസിൽ കയറുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഒരു നല്ലൊരു പ്രവർത്തനം എനിക്ക് സർവീസിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ചുള്ള, അതായത് ശരിയാണെന്ന് തോന്നുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ എൻ്റെ സർവീസിലിരിക്കുമ്പോൾ സർക്കാരിനോട് ഒരു സേവനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ കുമാരമംഗലം പഞ്ചായത്തിൽ വന്നിട്ട് 5 വർഷമായി. ഈ 5 വർഷക്കാലം നല്ലൊരു സേവനം എനിക്ക് ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊറോണയുടെ സമയത്താണ് ഞാനിവിടെ വരുന്നത്. അന്ന് എല്ലാ ആളുകളെയും, അന്ന് പഞ്ചായത്തിന് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു. പക്ഷേ അന്ന് മുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റേതായ ഒരു സ്നേഹം എനിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ലഭിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് ഇവിടുത്തെ എല്ലാം ശോചനീയമായ രീതിയിലായിരുന്നു. സ്കൂളുകളാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. 3 സ്കൂളുകളുണ്ട്. അതിന്ന് നമ്മുടെ പ്രൈവറ്റ് സ്കൂളിനെ കിടപിടിക്കുന്ന രീതിയിലാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിനൊരു കെട്ടിടം NCF പണിയാനൊരു ഇതില്ലായിരുന്നു, കെട്ടിടം പണിയാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കുമാരമംഗലം പഞ്ചായത്തിൻ്റെ ഹൃദയ ഭാഗമായ MEPയുടെ കനാൻ ഭാഗം നമ്മൾ ഒരു 25 സെൻറ്റോളം സ്ഥലം നമ്മൾ കൃഷി ആവശ്യത്തിനും സ്നേഹാരാമത്തിനും വേണ്ടിയിട്ടും പിന്നെ ടേക്ക് എ ബ്രേക്ക് എന്ന കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ NCF പണിയുന്നതിനും ആയിട്ട് നമ്മൾ MEPയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് 2 വർഷം 3 വർഷം നീണ്ട കടലാസ് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് തരുന്നത്. ഇപ്പോൾ അവിടെ പണി പൂർത്തിയായി. അത് പൂർത്തീകരിച്ചിട്ട് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഏകദേശം 90% പൂർത്തിയായി. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 വർഷം ഇവിടെ നല്ല സേവനം പൂർത്തിയാക്കിയ സെക്രട്ടറിക്ക് സന്തോഷകരമായ ഒരു യാത്രയയപ്പ് നൽകുകയാണ്.
അതായത് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും എനിക്കൊരു സന്തോഷമായിട്ട് പറയാൻ പറ്റിയത് ഒരു അഴിമതിരഹിതമായ ഉദ്യോഗസ്ഥരുടെ ഒരു പഞ്ചായത്തായിട്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അതിൽ എന്നെ സഹായിച്ച എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും, ഈ 13 വാർഡിലെ ജനങ്ങൾക്കും, എൻ്റെയും ബ്ലോക്ക് മെമ്പറുടെയും 12 വാർഡ് ഉഷാമ്പറുടെയും ഒത്തിരി നന്ദി അറിയിക്കാം. പിടിച്ചോട്ടോ, പിടിച്ചു. ഈ ഭരണസമിതി വന്ന നേതാണ്ട് ഒരു 4 വർഷം തികയാണ്. അപ്പം ഞങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അന്നോട്ട് ഷേർലി എന്ന് പറയുന്ന സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ നാനാമുഖമായ വികസനത്തിനും പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉപദേശം തരികയും പല വികസന പ്രവർത്തനം നടത്താൻ സെക്രട്ടറി സാധിച്ചിട്ടുണ്ട്. ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ UDFിൽ വന്ന ഭിന്നത കൊണ്ട് പല വിഷയങ്ങളായി തമ്മിൽ ചേരിയിരുന്ന് അടിക്കുകയും പല വിഷയങ്ങളും ഉണ്ടാക്കുകയും പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിലേക്ക് ഇത്ര സംവിധാനം എത്തിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാവുന്ന എനിക്കും ഉഷമെമ്പറും ബ്ലോക്കും പറഞ്ഞു എൻ്റെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് കറിയ LP സ്കൂളിലേക്ക് ഒരു 24 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കി ആ സ്കൂൾ നല്ല മെച്ചാക്കാൻ ഉഷമെമ്പറുണ്ട്. ഉഷമെമ്പർ അതിനെപ്പറ്റി പറയും. എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന വിഷയങ്ങളെന്നാൽ ഇതുണ്ടാകുമ്പോൾ ഭരണ മുരടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തമ്മിൽ തല്ലുകയും പഞ്ചായത്ത് ഹാളിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ തമ്മിൽ ഗ്ലാസുകൾ എറിയുകയും പരസ്പരം തെറി വിളിക്കുകയും ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു വെറ്ററിനറി ഡോക്ടർ നല്ലൊരു മനുഷ്യരാണ്, അദ്ദേഹം ഗസറ്റഡ് ഓഫീസറാണ്, അയാൾ അസഭ്യം പറഞ്ഞ് അയാളെ മാനസികമായി പീഡിപ്പിച്ച് ഇവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്തുവിടുകയും അതുകൂടെ ഒരു കൃഷി ഓഫീസർ റഷീദ മേഡം എന്നാണ് എന്നെ വിളിച്ച് പല പരാതി പറഞ്ഞു. അതിനു മുമ്പ് സീന എന്ന് പറഞ്ഞാൽ അവരെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വികസനം മുന്നിപ്പോൾ നടന്നുകൊണ്ട് ഇപ്പോൾ വർഷങ്ങളോളം സത്യത്തിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന സംഭവം കഴിഞ്ഞു. ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ DPCക്ക് വിട്ടുകൊടുക്കുന്ന പഞ്ചായത്തിൽ ഫണ്ട് അനുവദിച്ച് ഇതിൻ്റെ വികസനം നടത്തുന്ന കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഒരു വിഭാഗം മെമ്പർമാരും ചേരി തിരിഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഈ പോലീസ് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഉദ്യോഗസ്ഥ ഒരു 5 വർഷം അവരുടെ സേവനം അനുസരിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ പിരിഞ്ഞു വരുന്ന ഒരു സംഭവത്തിലേക്ക് 100 കണക്കിന് പോലീസിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ കോപ്രായം കാണിക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ DSPക്ക് പരാതി കൊടുക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നിച്ച് ചെയ്യുന്നാലാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളായിരുന്നു. ഇപ്പോൾ ചീഫ് സെക്രട്ടറി കൊടുക്കാൻ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ എല്ലാ നൂലാമാലകളും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളെല്ലാം ടേക്ക് എ ബ്രേക്ക് ആണെങ്കിലും ഇപ്പോൾ MCF ഇവിടെ പണിയുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിലൊക്കെ സെക്രട്ടറി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെടുത്ത കഴിവ് പ്രത്യേകതയാണ്. അതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിശദമായ ഒരു പത്രസമ്മേളനം അടുത്ത ദിവസം നിങ്ങൾ വിളിച്ച് നടത്തുന്നുണ്ട്. ഈ വൈകിയ വേളയിൽ ഇത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഈ പഞ്ചായത്തിലെ 13 വാർഡിൽ നടക്കുമ്പോഴും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഒരു അഴിമതി ഇല്ലാത്ത ഒരു സംഭവം പറയൽ എനിക്ക് അതിൽ അഭിമാനമുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഏതാണ്ട് 4 വർഷക്കാലമായിട്ട് സെക്രട്ടറിയായിട്ട് ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ നാടിന് ഞാൻ ചെയ്യുന്ന എൻ്റെ ഡിവിഷനിലേക്ക് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് സംശയമുള്ളതും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കാറുണ്ട്. മറ്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ സെക്രട്ടറിയെ വിളിക്കുമ്പോൾ എനിക്ക് നടത്തി തരാറുണ്ട്. അതിനെനിക്ക് വളരെ സന്തോഷം. ഇന്നത്തെ ഈ ദിവസം ഈ രീതിയിലായിരുന്നില്ല ഒരു സെൻഡ് ഓഫ് നൽകേണ്ടിയിരുന്നാണ് എൻ്റെ പൊതു അഭിപ്രായം. നമ്മളെന്തിരുന്നാലും ഇത് ഭംഗിയായിട്ട് ജനപ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെടെ സന്തോഷകരമായി ഈ പരിപാടി നടത്തുമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും സെക്രട്ടറി നല്ലൊരു തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവരും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സെക്രട്ടറി 35 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം അതിൽ 6 വർഷക്കാലം നമ്മുടെ കുമാരമംഗലം പഞ്ചായത്തിൽ തന്നെയായിരുന്നു. എൻ്റെ കഴിഞ്ഞ ഭരണകാല സമയത്താണ് സെക്രട്ടറിയുടെ സെക്രട്ടറിയായിട്ട് വരുന്നത്. ഷേർലി ജോൺ എന്ന സെക്രട്ടറിയാണ് ഇവിടെ വരുന്നതെന്ന് അന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പം എല്ലാവർക്കും സന്തോഷമായിരുന്നു. നല്ലൊരു സെക്രട്ടറിയാണ്. നിങ്ങൾക്കുടെ എല്ലാവിധ പുരോഗതിയിലും അദ്ദേഹം ഞങ്ങളെ സഹായിക്കും. എല്ലാം നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എന്ന് പൊതുവെ പുറത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾ അന്നത്തെ ഭരണസമിതി വളരെയേറെ സന്തോഷിച്ചു. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലേക്കുമുള്ള ഫണ്ടുകൾ വയ്ക്കുകയും അവിടെ എല്ലാവിധ പണികളും നടത്തി ഒരു പ്രൈവറ്റ് സ്കൂളിനേക്കാൾ നല്ല രീതിയിലാക്കി നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ. അതോടൊപ്പം നമുക്ക് MCF പഞ്ചായത്തിൽ ഒരു MCF ഇല്ല. അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു MCF പണിയുന്നതിനായിട്ട് നമുക്ക് MVIPയുടെ സ്ഥലം വിട്ടുകിട്ടില്ലായിരുന്നു. ആ MCFിൻ്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നമുക്കൊരു 8 സെൻറ്റ് സ്ഥലം MCFിൻ്റെ വിട്ടുകിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി അതിൻ്റെ പുറകെ അക്ഷീണ യത്നം നടത്തിയ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കാരണം സെക്രട്ടറിയുടെ ഒറ്റയാളുടെ കഴിവുകൊണ്ട് മാത്രമാണ് നമുക്ക് MCFിൻ്റെ 8 സെൻറ്റ് സ്ഥലം കിട്ടിയത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും KK വിജയൻ.